കൂട്ടുകാർക്കെല്ലാം ഇല പരീക്ഷണശാലയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിർമ്മിക്കുന്നത് ചാടുന്ന ഒരു പാവയാണ്. അതിനായി ഒരു പ്ലാസ്റ്റിക് കുപ്പി, 4-5 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വ്യാസം കൂടിയ സ്ട്രോ, സ്കെച്ച് പേനയുടെ ബോഡി ആയാലും മതി, അതിനുള്ളിൽ കൂടി സ്വതന്ത്രമായി ചലിക്കുന്ന നീളമുള്ള സ്ട്രോ, ഒരു മുനയൻ അല്ലെങ്കിൽ ഒരു കത്രിക, സെല്ലോ ടേപ്പ്, മൊട്ടുസൂചി, പശ, ഒരു പാവക്കുട്ടിയുടെ മറ്റോ ചിത്രം. പ്ലാസ്റ്റിക് കുപ്പിയുടെ അടപ്പിൽ മധ്യഭാഗത്തായി മുനയനോ കത്രികയോ ഉപയോഗിച്ച് വലിയ സ്ട്രോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ സ്കെച്ച് പെന്നിൻ്റെ ബോഡി കടന്നു പോകത്തക്ക വിധം ഒരു ദ്വാരമുണ്ടാക്കണം. മൂർച്ചയുള്ള ആയുധം ഉപയോഗിക്കുമ്പോൾ നല്ല ശ്രദ്ധ വേണമേ, മുതിർന്നവരുടെ സഹായം തേടുകയും ആവാം. ഈ ദ്വാരത്തിൽ വലുപ്പമുള്ള സ്ട്രോ കടത്തിവെച്ച് വായുനിബദ്ധമാക്കാൻ പശ വെച്ചൊട്ടിക്കുക. നീളമുള്ള സ്ട്രോ ഒരഗ്രം അല്പം മടക്കി വെച്ച് സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിക്കുക. പാവക്കുട്ടിയുടെ ചിത്രം സ്ട്രോയുടെ മടക്കി വെച്ച ഭാഗത്ത് ഒട്ടിക്കുക. ഇനി ഒരു മൊട്ടുസൂചി സ്ട്രോയുടെ എതിർഭാഗത്ത് അടിഭാഗത്തിനോട് ചേർത്ത് കുത്തിവെക്കുക. ഇനി സാവകാശം കുപ്പിയിലേക്ക് ഇറക്കി അടപ്പ് വെച്ച് മുറുക്കി അടച്ച് കുപ്പിയുടെ വശങ്ങളിൽ അമർത്തി നോക്കൂ. ചാടിക്കളിക്കുന്ന പാവക്കുട്ടി റെഡിയായി. എന്തുകൊണ്ടാണിത്? കുപ്പിയിൽ മർദ്ദം പ്രയോഗിക്കുമ്പോൾ കുപ്പിക്കുള്ളിലെ വായു പുറത്ത് ചാടുന്നതിനാലാണ് പാവക്കുട്ടി ചാടിക്കളിക്കുന്നത്. പാവക്കുട്ടിക്ക് പകരം നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് എന്തും ഉപയോഗിക്കാം. അമ്പ് പോലുള്ളവ ഉപയോഗിക്കുമ്പോൾ ആർക്കും അപകടമുണ്ടാകാതെ ശ്രദ്ധിക്കണം. പ്രവർത്തനം ഇഷ്ടമായാൽ നിങ്ങളുടെ കൂട്ടുകാരോട് പറയുകയും ഓലയിൽ അംഗമാകാൻ ആവശ്യപ്പെടുകയും വേണം. ഇല യൂട്യൂബ് ചാനൽ സന്ദർശിക്കാനും മറക്കണ്ട കേട്ടോ.